ശ്ലോകം 19. സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭച്ചാപൃതീം ചൈവ തുമുലോഭ്യനുനാദയൻ. വാക്കുകളുടെ അർത്ഥം: തുമുലഃ ഹി ഏകോപിച്ചു തന്നെയുള്ള, സഹഘോഷ ആഘോഷം, നഭഃ ച ആകാശത്തെയും, പൃഥ്വീം ച ഏവ ഭൂമിയെയും, അനുനാദയൻ മാറ്റൊലി കൊള്ളിച്ചിട്ട്, ധാർത്തരാഷ്ട്രാണാം ധൃതരാഷ്ട്രപുത്രന്മാരുടെ, ഹൃദയാനി ഹൃദയങ്ങളെ, വ്യധാരയത് പിളർന്നു. വിവിധ ശംഖുകളിൽ നിന്നുയരുന്ന ആ നാദഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റൊലി കൊണ്ടു. ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുകയായി. ഭാവാർത്ഥം: ദുര്യോധന പക്ഷത്തുള്ള ഭീഷ്മാദികൾ ശംഖൂതിയപ്പോൾ പാണ്ഡവരുടെ ഹൃദയം പിളർന്നതായി പറയുന്നില്ല. പക്ഷേ ഇവിടെ ധാർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ ശംഖഘോഷം പിളർന്നു എന്ന് എടുത്തു കാണിക്കുന്നു. ഇത് കൃഷ്ണ ഭഗവാനിൽ പാണ്ഡവർക്കുള്ള വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏതൊരു മഹാവിപത്തിൻ്റെയും നടുവിലും പരമദിവ്യോത്തമ പുരുഷനിൽ അഭയം തേടിയവർക്ക് പേടിക്കാനില്ല. ശ്ലോകം 20. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഋഷികേശം തഥാ വാക്യം ഇദമാഹ മഹീപദേ. മഹീപദേ രാജാവേ. അഥ അനന്തരം, പിന്നെ, ശസ്ത്രസമ്പാദേ അമ്പെയ്യുവാൻ, പ്രവൃത്തെ ആരംഭിച്ചപ്പോൾ, കപിധ്വജ ഹനുമാൻ, പാണ്ഡവഃ പാണ്ഡുപുത്രൻ, വ്യവസ്ഥിതാൻ നിലയുറപ്പിച്ച, ധാർത്തരാഷ്ട്രാൻ ധൃതരാഷ്ട്രപുത്രരെ, ദൃഷ്ട്വാ കണ്ടിട്ട്, ധനു വില്ല്, ഉദ്യമ എടുത്ത്, തഥാ അപ്പോൾ, ഋഷികേശം കൃഷ്ണനോട്, ഇദം വാക്യം ഈ വാക്ക്, ആഹ പറഞ്ഞു. അല്ലയോ രാജാവേ. പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയടയാളമായുള്ള തേരിലിരുന്നു കൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി. മറുവശത്ത് അണിനിരന്നു നിന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. ഭാവാർത്ഥം: യുദ്ധം തുടങ്ങുകയായി. രണാങ്കണത്തിൽ കൃഷ്ണൻ്റെ നിർദ്ദേശാനുസൃതം പ്രവർത്തിക്കുന്ന പാണ്ഡവരുടെ അപ്രതീക്ഷിത സേനാ സന്നാഹങ്ങളെ കണ്ട് ധാർത്തരാഷ്ട്രന്മാർ ഏറെക്കുറെ വിഷണ്ണരായിരുന്നു എന്ന് മുമ്പ് പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നു. അർജുനൻ്റെ കൊടിക്കൂറമേലുള്ള ഹനുമാന്റെ രൂപം മറ്റൊരു വിജയ ചിഹ്നമത്രേ. രാമരാവണ യുദ്ധത്തിൽ രാമൻ്റെ സഹായിയായിരുന്നു ഹനുമാൻ. രാമൻ വിജയിയായി. ഇപ്പോൾ അർജുനൻ്റെ രഥത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ രാമനും ഹനുമാനുമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ രാമൻ. എവിടെ രാമനുണ്ടോ അവിടെ അദ്ദേഹത്തിൻ്റെ നിത്യദാസനായ ഹനുമാനുമുണ്ട്. ശാശ്വത സഖിയും സമ്പദ് ദേവതയുമായ സീതാദേവിയുമുണ്ട്. അതുകൊണ്ട് അർജുനന് ഏത് ശത്രുവിനെയും ഭയപ്പെടാനില്ല. ഇന്ദ്രിയാധീശനായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണല്ലോ അദ്ദേഹത്തെ നയിക്കുന്നതും. യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം സമുചിതമായ നിർദ്ദേശമായിരിക്കും അർജുനന് ലഭിക്കുക. ഭഗവാൻ സ്വഭക്തന് വേണ്ടി ഉളവാക്കിയ ഈ പരിതസ്ഥിതി ഭാവി വിജയത്തിൻ്റെ സൂചനകൾ ഉൾക്കൊള്ളുന്നു. ശ്ലോകം 21. അർജുന ഉവാച. സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയ മേ അച്യുതാം യാവദേതാൻ നിരീക്ഷേഹം യോധുകാമാനവസ്ഥിതാൻ. ശ്ലോകം 22. കൈർമയാ സഹ യോദ്ധവ്യ അസ്മിൻ രണസമുദ്യമേ. അർത്ഥം: അർജുന ഉവാച. അർജുനൻ പറഞ്ഞു. അച്യുത അസ്മിൻ രണസമുദ്യമേ, ഈ യുദ്ധാരംഭത്തിൽ, മയാ എന്നാൽ, കൈസഹ ആരോടുകൂടെ, യോദ്ധവ്യം യുദ്ധം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു, യോധുകാമാൻ യുദ്ധമിച്ഛിച്ച്, അവസ്ഥിതാൻ നിരന്നു നിൽക്കുന്ന, അഹം ഞാൻ, യാവത്ത് അയാവത്ത് നിരീക്ഷ നോക്കിക്കാണുന്നതുവരെ, ഉഭയോഹോ സേനയോഹോ രണ്ടു സൈന്യങ്ങളുടെയും, മധ്യേ നടുവിൽ, മേ രഥം എൻ്റെ തേര്, സ്ഥാപയ നിർത്തുക. ഹേ അച്യുത,
ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എൻ്റെ തേർ കൊണ്ടു നിർത്തുക. ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഭാവാർത്ഥം: ശ്രീകൃഷ്ണൻ പരമ ദിവ്യോത്തമ പുരുഷനായിരുന്നിട്ടും അഹേതുവായ കരുണയാൽ സുഹൃത്തിനെ സേവിക്കാൻ ഒരുങ്ങി. ഭക്തന്മാരോട് അദ്ദേഹത്തിനുള്ള സ്നേഹത്തിന് ഒരിക്കലും കുറവില്ല. അതുകൊണ്ട് ഇവിടെ അച്യുത എന്ന പേര് ഉപയോഗിക്കപ്പെട്ടു. തേരാളി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അർജുനൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാൻ വൈമുഖ്യം കാണിക്കാത്തതിനാൽ അദ്ദേഹത്തെ വീഴ്ചയില്ലാത്തവൻ അച്യുതൻ എന്ന് സംബോധന ചെയ്യുന്നു. തൻ്റെ ഭക്തൻ്റെ സാരഥിയാകാൻ സമ്മതിച്ചതുകൊണ്ട് കൃഷ്ണൻ്റെ സമുന്നത സ്ഥിതിക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഏതു നിലയിലും അദ്ദേഹം പരമ ദിവ്യോത്തമ പുരുഷനാണ്. സർവേന്ദ്രിയങ്ങൾക്ക് ഈശനുമാണ്. ഋഷികേശൻ ഭഗവാനും തൻ്റെ ഭക്തനുമായുള്ള ബന്ധം ദിവ്യവും സുമധുരവുമത്രേ. ഭക്തൻ എപ്പോഴും ഭഗവത് സേവനത്തിനൊരുക്കമാണ്. കൃഷ്ണനാകട്ടെ ഭക്തനെ ഏത് വിധമെങ്കിലും സഹായം അരുളാൻ ഒരവസരം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഭക്തന്മാരോട് ആജ്ഞാപിക്കുന്നതിനേക്കാൾ ശുദ്ധഭക്തന്മാരുടെ ആജ്ഞകൾ നിറവേറ്റുന്നതിലാണ് ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുന്നത്. അദ്ദേഹം പ്രഭുവായതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നീങ്ങുന്നു. ഭഗവാനോട് ആജ്ഞാപിക്കത്തക്ക വിധത്തിൽ ഉന്നതനായി ആരുമില്ല. ഒരു സാഹചര്യത്തിലും ച്യുതി സംഭവിക്കാത്ത പ്രഭുവാണെങ്കിലും ഒരു ശുദ്ധഭക്തൻ തന്നോട് ആജ്ഞാപിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ദിവ്യാനുഭൂതി അനുഭവിക്കുന്നു. ഉത്തമ ഭക്തനെന്ന നിലയിൽ അർജുനന് തൻ്റെ സഹോദരന്മാരോടും ബന്ധുക്കളോടും യുദ്ധം ചെയ്യുന്നതിൽ താൽപ്പര്യമുണ്ടായിരുന്നില്ല. ദുര്യോധനൻ്റെ പിടിവാശി മൂലം സമാധാനപൂർവമായ ഒരു ഒത്തുതീർപ്പിനും വഴി കാണാതെ വന്നതുകൊണ്ട് അദ്ദേഹം അതിന് പ്രേരിതനായെന്നേയുള്ളൂ. അതുകൊണ്ടാണ് യുദ്ധരംഗത്ത് മുന്നിട്ടു നിൽക്കുന്നത് ആരെല്ലാമെന്നറിയാൻ അർജുനൻ ഇത്രയും ഉത്കണ്ഠ കാട്ടിയത്. പോർക്കളത്തിലെത്തിയ ശേഷം ഒരു ഒത്തുതീർപ്പിൻ്റെ പ്രശ്നമേ ഇല്ല. എങ്കിലും അവരെയെല്ലാം ഒന്നുകൂടി കാണാനും അനാവശ്യമായ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് എത്രത്തോളം താൽപ്പര്യമുണ്ടെന്നറിയാനും അർജുനൻ ആഗ്രഹിച്ചു. ശ്ലോകം 23. യോത്സ്യമാനാനവേക്ഷേഹം യ ഏതേത്ര സമാഗതാഃ ധാർതരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. അർത്ഥം: യാതൊരു ജനങ്ങൾ ദുർബുദ്ധിയായ ധാർതരാഷ്ട്രസ്യ ധൃതരാഷ്ട്രപുത്രൻ്റെ യുദ്ധത്തിൽ പ്രിയചികീർഷവഃ പ്രിയമിച്ഛിക്കുന്നവരായിട്ട് അത്ര സമാഗതഃ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നുവോ. യോത്സ്യമാനാൻ യുദ്ധം ചെയ്യുവാൻ പോകുന്ന അഹം ഞാൻ അപേക്ഷ കാണട്ടെ. ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിന് ഒരുങ്ങി വന്നവരെ ഞാൻ കാണട്ടെ. ഭാവാർത്ഥം: ദുര്യോധനൻ പിതാവായ ധൃതരാഷ്ട്രൻ്റെ സഹായത്തോടെ പാണ്ഡവരുടെ രാജ്യം കൈയടക്കാൻ കുടില തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണെന്നത് എവർക്കും അറിയാവുന്ന ഒരു രഹസ്യമത്രേ. അപ്പോൾ അതിനു കൂട്ടുനിൽക്കുന്നവരും ഒരേവിധം തൂവലുകളുള്ള പക്ഷികൾ തന്നെ ആയിരിക്കും. ആരെല്ലാം എന്നറിയാൻ മാത്രമാണ് അവരുമായി ഒത്തുതീർപ്പ് ഉണ്ടാക്കാനല്ല യുദ്ധക്കളത്തിൽ വെച്ച് അർജുനൻ ആ യോദ്ധാക്കളെ കാണാൻ ആഗ്രഹിച്ചത്. താൻ നേരിടാൻ പോകുന്ന സൈന്യത്തിൻ്റെ ബലം എത്രയുണ്ടെന്ന് കണക്കാക്കാമെന്നും അദ്ദേഹം ഉദ്ദേശിച്ചു. ശ്ലോകം 24. സഞ്ജയ ഉവാച ഏവം മുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. വാക്കുകളുടെ അർത്ഥം: സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു, ഭാരതവംശജ, ഏവം ഇപ്രകാരം, ഗുഡാകേശേന അർജുനനാൽ, ഉക്തഃ പറയപ്പെട്ട, ഋഷികേശഃ കൃഷ്ണഭഗവാൻ, ഉഭയോ സേനയോ രണ്ട് സൈന്യങ്ങളുടെ മധ്യേ നടുവിൽ, രഥോത്തമം ശ്രേഷ്ഠമായ തേര്, സ്ഥാപയിത്വ സ്ഥാപിച്ചിട്ട്. സാരം: സഞ്ജയൻ പറഞ്ഞു, ഹേ ഭാരതപുത്ര, അർജുനൻ്റെ വാക്ക് കേട്ടിട്ട് കൃഷ്ണഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിൽ കൊണ്ടു നിർത്തി. ഭാവാർത്ഥം: ഇവിടെ അർജുനനെ ഗുഡാകേശനെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഗുഡാകമെന്നാൽ നിദ്ര, നിദ്രയെ ജയിക്കുന്നവൻ. ഗുഡാകേശൻ നിദ്ര അജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു. കൃഷ്ണനുമായുള്ള സൗഹാർദ്ദം മൂലം അർജുനൻ നിദ്രയെയും അജ്ഞാനത്തെയും കീഴടക്കിയിരിക്കുന്നു. പരമഭക്തനാകയാൽ നിമിഷ നേരത്തേക്ക് പോലും അദ്ദേഹത്തിന് കൃഷ്ണനെ മറക്കാനാവില്ല. ഭക്തൻ്റെ സ്വഭാവമാണിത്.
ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരുപോലെ അയാൾക്ക് കൃഷ്ണൻ്റെ നാമം, രൂപം, ഗുണങ്ങൾ, ലീലകൾ എന്നിവയെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അപ്രകാരം ഒരു കൃഷ്ണഭക്തന് കൃഷ്ണനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടു തന്നെ നിദ്രയെയും അജ്ഞാനത്തെയും ജയിക്കാം. ഇതിന് കൃഷ്ണാവബോധം അഥവാ സമാധി എന്നു പറയും. സൈന്യങ്ങളുടെ നടുവിൽ രഥം നിർത്തുന്നതിന് അർജുനൻ ഉദ്ദേശിച്ചതെന്തെന്ന് ഏതൊരു ജീവൻ്റെയും മനോബുദ്ധീന്ദ്രിയങ്ങളെ നയിക്കുന്ന ഋഷികേശനായ കൃഷ്ണന് അറിയാമായിരുന്നു. രഥം നിർത്തിയ ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു. ശ്ലോകം 25. ഭീഷ്മദ്രോണപ്രമുഖദഃ സർവേഷാം ച മഹീഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേദാൻ കുരുനിധി. വാക്കുകളുടെ അർത്ഥം: ഭീഷ്മദ്രോണ പ്രമുഖരായ ഭീഷ്മദ്രോണാദികളുടെയും സർവേഷാം എല്ലാം മഹീഷിതാം രാജാക്കന്മാരുടെയും മുമ്പിലായി പാർത്ഥ അല്ലയോ അർജുന, സമവേദാൻ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഏതാൻ ഈ കുരൂൻ കൗരവന്മാരെ പശ്യ കണ്ടാലും ഇതിയുവാച ഈ പ്രകാരം പറഞ്ഞു. ഭീഷ്മദ്രോണാദികളുടെയും മറ്റു രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. പാർത്ഥ, ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ നോക്കൂ. ഭാവാർത്ഥം: പരമാത്മാവെന്ന നിലയിൽ അർജുനൻ്റെ മനസ്സിൽ നടക്കുന്നതെല്ലാം കൃഷ്ണന് അറിയാമായിരുന്നു. ഈ ഘട്ടത്തിൽ ഋഷികേശൻ എന്ന പേരുപയോഗിച്ചതുകൊണ്ട് അദ്ദേഹം എല്ലാം അറിയുന്നവനാണെന്ന് സൂചിപ്പിക്കുന്നു. അർജുനനെ സംബന്ധിച്ചിടത്തോളം പാർത്ഥ അല്ലെങ്കിൽ കുന്തിപുത്ര എന്ന സംബോധന സാരവത്താണ്. തൻ്റെ പിതാവായ വസുദേവരുടെ സഹോദരിയുടെ മകനായതുകൊണ്ടാണ് താൻ അർജുനൻ്റെ തേരാളി പദം സ്വീകരിച്ചതെന്ന് ഒരു സുഹൃത്തെന്ന നിലയിൽ കൃഷ്ണൻ അർജുനനെ അറിയിക്കുന്നു. കുരുക്കളെ നോക്കൂ എന്ന വാക്കുകൊണ്ട് കൃഷ്ണൻ എന്താണ് ഉദ്ദേശിച്ചത്? അർജുനൻ അവിടെ പൊരുതാതെ നോക്കി നിൽക്കണമെന്നാണോ? തൻ്റെ പിതൃസഹോദരി പുത്രനിൽ നിന്ന് അത്തരം പെരുമാറ്റം കൃഷ്ണൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അർജുനൻ്റെ മനോഭാവത്തെപ്പറ്റി സൗഹൃദപൂർവമായൊരു പ്രവചനമാണിത്. ശ്ലോകം 26. തത്ര പശ്യ സ്ഥിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ. തത്ര പശ്യ സ്ഥിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തദാ ശശുരാൻ സുഹൃദൈശ്ചൈവ സേനയോരുഭയോരവി. അർത്ഥം: അഥ പിന്നെ, പാർത്ഥഃ അർജുനൻ, തത്ര അവിടെ, ഉഭയോഹോ സേനയോഹോ അഭി രണ്ടു സൈന്യങ്ങളിലും, സ്ഥിതാൻ നിൽക്കുന്ന, പിതൃൻ പിതാക്കളെയും, പിതാമഹാൻ പിതാമഹന്മാരെയും, ആചാര്യാൻ ഗുരുക്കന്മാരെയും, മാതുലാൻ അമ്മാവന്മാരെയും, ഭ്രാതൃൻ സഹോദരങ്ങളെയും, പുത്രാൻ പുത്രന്മാരെയും, പൗത്രാൻ പൗത്രന്മാരെയും, സഖീൻ സ്നേഹിതരെയും, അഥാ അപ്രകാരം തന്നെ ശ്വശുരാൻ ശ്വശുരന്മാരെയും, സുഹൃദ ച സുഹൃത്തുക്കളെയും പശ്യത്ത് കണ്ടു. സാരം: ആ യുദ്ധരംഗത്തിൽ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ പിതൃതുല്യരെയും പിതാമഹരെയും ഗുരുജനങ്ങളെയും മാതുലന്മാരെയും സഹോദരന്മാർ, മക്കൾ, പൗത്രന്മാർ, സുഹൃത്തുക്കൾ, ഭാര്യാപിതാക്കന്മാർ എന്നിവരെയും അർജുനൻ കണ്ടു. ഭാവാർത്ഥം: എല്ലാ ബന്ധുക്കളെയും അർജുനൻ പോർക്കളത്തിൽ കണ്ടു. സ്വപിതാവിൻ്റെ സമവയസ്കരായ ഭൂരിശ്രവസിനെ പോലെയുള്ളവർ, ഭീഷ്മനെയും സോമദത്തനെയും പോലുള്ള മുത്തച്ഛന്മാർ, ദ്രോണാചാര്യർ, കൃപാചാര്യർ മുതലായ ഗുരുജനങ്ങൾ, ശല്യ ശകുനികളെപ്പോലുള്ള മാതുലന്മാർ, ദുര്യോധനാദികളായ സഹോദരന്മാർ, ലക്ഷ്മണാദികളായ പുത്രന്മാർ, അശ്വത്ഥമാവ് തുടങ്ങിയ സുഹൃത്തുക്കൾ, കൃതവർമാവിനെ പോലുള്ള ഗുണകാംക്ഷികൾ, കൂടാതെ തൻ്റെ അനേകം സുഹൃത്തുക്കളെയും സൈന്യനിരകളിൽ അർജുൻ കണ്ടു. ശ്ലോകം 27. താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിതമബ്രവീത്. സ കൗന്ദേയ, ആ കുന്തിപുത്രൻ, അവസ്ഥിതാൻ നിൽക്കുന്ന, താൻ സർവാൻ ബന്ധൂൻ, ആ എല്ലാ ബന്ധുക്കളെയും, സമീക്ഷ്യ കണ്ടിട്ട്, പരയാ മഹത്തായ, കൃപയാ കാരുണ്യത്താൽ, ആവിഷ്ട ആവേശം പൂണ്ട്,
വിഷീദൻ വിഷണ്ണനായി. ഇതം അബ്രവീത് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പല വിധത്തിലും തനിക്ക് ബന്ധുക്കളായുള്ളവരെ അവിടെ കണ്ടപ്പോൾ കരുണാഭരിതനായി തീർന്ന കുന്തിപുത്രൻ ഇപ്രകാരം പറഞ്ഞു. ശ്ലോകം 28. അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. അർജുന ഉവാച അർജുനൻ പറഞ്ഞു. കൃഷ്ണ അല്ലയോ കൃഷ്ണ, യുത്സു യുദ്ധേച്ഛയോടെ, സമുപസ്ഥിതം മുന്നിൽ നിൽക്കുന്ന, ഇമം സ്വജനം ഈ ബന്ധുക്കളെ, ദൃഷ്ട്വ കണ്ടിട്ട്, മമ ഗാത്രാണി എൻ്റെ അംഗങ്ങൾ, സീദന്തി തളരുന്നു, മുഖം ച മുഖവും, പരിശുഷ്യതി വരളുന്നു. അർജുനൻ പറഞ്ഞു. യുദ്ധത്തിന് ഒരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എൻ്റെ അവയവങ്ങൾ തളരുന്നു, വായ വരളുന്നു. ഭാവാർത്ഥം: നിർവ്യാജമായ ഭഗവത് ഭക്തിയുള്ള ഏതൊരാളിലും ദിവ്യന്മാർക്കും ദേവന്മാർക്കുമുള്ള സർവ്വഗുണങ്ങളും ഉണ്ടായിരിക്കും. ഭക്തിയില്ലാത്തവർക്കാവട്ടെ വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും ഭൗതികമായി ഉന്നത പദവിയിലായി ഇരുന്നാലും ശരി, അത്തരം ഗുണങ്ങൾ ഉണ്ടാവില്ല. അർജുനൻ തൻ്റെ യുദ്ധോത്സുകരായ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും രണാങ്കണത്തിൽ കണ്ട ഉടനെ സഹതാപപരവശനായി തീർന്നു. തനിക്കു വേണ്ടി പൊരുതുന്നവരെക്കുറിച്ച് അദ്ദേഹത്തിന് തുടക്കത്തിലെ അനുകമ്പയുണ്ടായിരുന്നു. ഇപ്പോൾ മറുപക്ഷത്തിലുള്ളവരെക്കുറിച്ചും അവർക്കെല്ലാം മരണം അടുത്തതോർത്തും അദ്ദേഹത്തിന് സഹതാപം തോന്നി. അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ തളരുകയും വായ വരളുകയും ചെയ്തു. അവരുടെ സമരവീര്യം കണ്ട് അദ്ദേഹം അമ്പരന്നു. രക്തബന്ധമുള്ള ആ വംശജ മുഴുവനും തന്നോട് യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. ഇതാണ് അർജുനനെ പോലെ ദയാലുവായൊരു ഭക്തന് സംഭ്രമമുളവാക്കിയത്. ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അർജുനൻ്റെ അംഗങ്ങൾ തളരുകയും വായു വരളുകയും മാത്രമല്ല, സഹതാപാധിക്യത്താൽ അദ്ദേഹം കരയുകയും ചെയ്തു എന്ന് നമുക്ക് ഊഹിക്കാം. അർജുനനിൽ ഈ പ്രതികരണങ്ങൾ ഉണ്ടായത് ദൗർബല്യം കൊണ്ടല്ല, മൃദുല ഹൃദയത്വം കൊണ്ടാണ്. ശുദ്ധനായ ഒരു ഭഗവത് ഭക്തനിൽ സ്വാഭാവികവുമാണിത്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം ഇപ്രകാരം പറയുന്നു. യസ്യാസ്തി ഭക്തിർഭഗവത്യ കിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസദേ സുരാഃ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥേനാസ്സതി ധാവതോ ബഹിഃ. പരമദിവ്യോത്തമ പുരുഷനിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവന് ദേവന്മാരുടെ ഗുണങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഭഗവത് ഭക്തനല്ലാത്ത ഒരാൾക്ക് വില കുറഞ്ഞ ഭൗതിക ഗുണങ്ങൾ മാത്രമേയുള്ളൂ. അയാൾ മാനസിക മേഖലകളിലൂടെ അലഞ്ഞു തിരിയുന്നതുകൊണ്ട് എങ്ങും എത്താതെ വെട്ടിത്തിളങ്ങുന്ന ഭൗതിക ശക്തിയാൽ ആകൃഷ്ടനായി പോകുമെന്നതിൽ സംശയമില്ല. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ.